ഹേ എവ്രി വൺ, നമ്മളൊരു ഫോളോവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് റീബോൾ ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. ചെറിയ ഐസ് ആയിക്കോട്ടെ വലിയ ഐസ് ആയിക്കോട്ടെ റീബോൾ ചെയ്യുന്നതിൽ അയാൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു റീബോൾ ചെയ്യുന്നതിന് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വന്ന മെസ്സേജാണ്. അപ്പോൾ ഓൾറെഡി അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവിടുന്ന് പ്രോപ്പറായിട്ടില്ല, എത്ര ചെയ്തിട്ടും നടക്കണില്ല. അങ്ങനെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോളോവർ നമ്മോട് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിക്വയർഡായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഒന്ന് ഈ പേസ്റ്റ് ആക്കാല്ലേ ഒരു ടൂള്, അത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, ബ്ലേഡ് യൂസ് ചെയ്യാൻ പറ്റും, ട്യൂസറിൻ്റെ ബാക്ക് സൈഡിലാക്കാൻ പറ്റും. ഇനി ഇതന്നെ വാങ്ങണമെന്നില്ല, എന്തോ ആവാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, തിന്ന് അപ്ലൈ ചെയ്യാതെ ഒരു ടൂള്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് TUELൻ്റെ TI01 എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റാനിയം ട്യൂസർ എന്ന് പറഞ്ഞ ഈ ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ഒരു സ്റ്റെൻസിൽ വേണം, നല്ലൊരു സ്റ്റെൻസിൽ വേണം. ഇത് ബി ട്രെൻഡിൻ്റെ സ്റ്റെൻസിലാണ്. പേഴ്സണലി എനിക്ക് ബി ട്രെൻഡിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആയി തോന്നിയിട്ടുണ്ട്. പ്രൈസും കുറവാണ്. പിന്നെ ഒരു ഫ്ലെക്സ് വേണം. ഫ്ലെക്സ് ഹാലോജൻ ഫ്ലെക്സ്, റിലൈഫിൻ്റെ ഹാലോജൻ ഫ്ലെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. RL422SIM എന്ന് പറയുന്ന ഈ ഒരു ഫ്ലെക്സ്, ഇത് ദുബായിൽ നിന്ന് കൊടുക്കുന്ന ഫ്ലെക്സ് ആണ്. ഓക്കെ, പിന്നെ ഒരു ട്യൂസർ വേണം. ബെൻ ട്യൂസർ വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതാകുമ്പോൾ റീബോൾ ചെയ്യാൻ ഒന്നുകൂടിയും കംഫർട്ടാണ്. പിന്നെ ഒരു ക്ലോത്ത് വേണം. ഡ്രൈ ആക്കാൻ ക്ലോത്തോ ടിഷ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു തിന്നാണ്. ഇത് ഞാൻ യൂസ് ചെയ്യണത് TUEL 183 ആണ്. ഇത് TUEL കമ്പനി അയച്ചെന്ന സാധനമാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മെക്കാനിക്കൽ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതൊന്ന് ട്രയൽ അടിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പൊട്ടിക്കുന്ന സാധനം. അപ്പോൾ ഇതൊരു ടെമ്പറേച്ചർ, എത്ര ടെമ്പറേച്ചറിലാണ് ഐസ് റിമൂവ് ചെയ്യണത്, എത്ര ടെമ്പറേച്ചറിലാണ് ക്ലീൻ ചെയ്യണത്, അയൺ ടെമ്പറേച്ചർ എത്രയാണ്, ഫിക്സ് ചെയ്യാൻ എത്ര ടെമ്പറേച്ചർ, എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക, A to Z ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, ബേസിക്കായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഒരു ടെറർ ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രത്തോളം ഫോക്കസ് ആവുന്നില്ല അറിയില്ല. TUEL ഇവിടെ ഒരു ടെറർ ലുക്കൊക്കെ ഉണ്ട്. മാക്സിമം പുതിയ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഫ്ലെക്സ്, തിന്ന്, ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള സാധനം. ഡേറ്റ് ഉണ്ടാവും. കമ്പനി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഉണ്ടാവും. ലേറ്റസ്റ്റ് ഡേറ്റ് നോക്കിയിട്ട് മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വെറുതെ പൈസ ചിലവാകും കേട്ടോ. പിന്നെ അതേമാതിരി ഗ്ലൗസ് യൂസ് ചെയ്യുക. കാരണം ഈ ഒരു ഫ്ലെക്സ് സാധനങ്ങളൊക്കെ നമ്മൾ കൈയുമായി ഭക്ഷണം കഴിച്ച് നമ്മൾ വയറ്റേക്ക് പോകും. ഭാവിയിൽ നമ്മൾ തന്നെ കയറാൻ അനുഭവിക്കേണ്ടി വരിക. സോ കൈയൊക്കെ സേഫ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഗ്ലൗസ് യൂസ് ചെയ്യാം. ഇനി ഗ്ലൗസ് ഒന്നുമില്ല, ഏത് ഗ്ലൗസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഗ്ലൗസ് ആകുമ്പോൾ കുറച്ചുകൂടി കുറേ കാലം യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളെന്ത് ചെയ്യും, ഫസ്റ്റ് ഈ ഒരു IC റിമൂവ് ചെയ്യാം. തെർമൽ പാഡ് ഇവിടെ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. CPU-നൊന്നും ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് TUEL തെർമൽ പാഡാണ്. ആവശ്യമുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ബേസിക്കലി ഞാൻ എല്ലാ IC റിമൂവ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരേ ഒരു നോസിൽ ഇതാണ്. ചെറിയ നോസിലാണ് റാം കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എല്ലാത്തിനൊക്കെ ഈ ഒരു നോസിലാണ് യൂസ് ചെയ്യുക. ഇത് നമ്പർ 3 എന്നാണ് ഞാൻ പറയില്ലേ, പക്ഷെ ഇത് ഇത്ര 6mm ആയിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. 360 and 50 ടെമ്പറേച്ചറാണ് IC റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഐസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഐസ് റിമൂവ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യണം, സെയിം ടൈമിൽ തന്നെ ബോർഡ് ക്ലീൻ ചെയ്യണം. അയൺ വെച്ചിട്ട് ബോർഡിൽ അയൺ വെച്ച് ക്ലീൻ ചെയ്യുന്ന ടെമ്പറേച്ചർ 360 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെരി ഈസി. ഒരു കാര്യം കൂടി ഞാൻ മറന്നുപോയി, ഒരു സാധനം കൂടി വേണം. ഈ സ്പോഞ്ച് യൂസ് ചെയ്യണത് OCA ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ സ്പോഞ്ചാണ്. ഇത് TUEL-ലും അവൈലബിൾ ഉണ്ട്, പക്ഷെ അത്ര എക്സ്പെൻസീവ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് OCA ക്ലീൻ ചെയ്യുന്ന സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ബോർഡ് ക്ലീൻ ചെയ്യാൻ പറ്റും.
ഓക്കെ, കുറച്ച് ഫ്ലക്സിലിട്ട് ക്ലിക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാം. വിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കണം കേട്ടോ, അയൺ ടെമ്പറേച്ചർ. ഓക്കെ, ഓക്കെ, ബോർഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഐസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യുക, അതേ ചൂടിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ബോർഡ് ക്ലീൻ ചെയ്യണം. ബോർഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയണിൻ്റെ ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിലും പ്രശ്നമല്ല, പെട്ടെന്ന് ക്ലീൻ ആവും. കാരണം ഓൾറെഡി ബോർഡ് ചൂടായി നിൽക്കുകയാണ്. നിങ്ങളത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി കുറേ ടെമ്പറേച്ചർ യൂസ് ചെയ്യേണ്ടി വരും, ടൈം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെയിം ടൈമിൽ തന്നെ നിങ്ങൾ ബോർഡ് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആവും റിപ്പയറിങ്. ഇനി നമ്മൾ ഐസ് ക്ലീൻ ചെയ്യണം. ഐസിൻ്റെ ലോ തിന്നാക്കാൻ 330 ടെമ്പറേച്ചറാണ് യൂസ് ചെയ്യണത്. അതേപോലെ തന്നെ ഒരിക്കലും അയണിൻ്റെ ബിറ്റ് എന്താവരുത്, ഐസിയിൽ ടച്ച് ആവരുത്. ഈ ഒരു തിന്നുണ്ടല്ലോ, തിന്നിൻ്റെ അടിഭാഗം ഫാസ്റ്റായി ടച്ച് ആക്കിയിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇത്ര മതി. ഇതാണ് പൊസിഷൻ അല്ലേ ക്യാമറൻ്റെ. ഇനി എന്താക്കുക, കുറച്ച് തിന്നെടുക്കുക. നമ്മൾ തിന്ന് അപ്ലൈ ചെയ്യുന്ന ടൂളിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു കോട്ടൻ്റെ അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് ഡ്രൈ ആക്കുക. നല്ലോണം ഡ്രൈ ആയിക്കും, ഒരു പ്രശ്നമല്ല. നല്ല അമർത്തി ഡ്രൈ ആയിക്കും. 50% 60% നല്ലോണം ഡ്രൈ ആയിക്കും. ഒരു വിഷ്വൽ എന്താക്കുക, സ്റ്റെൻസിൽ വെച്ച് അലൈൻമെൻറ്റ് കറക്റ്റാക്കിയതിന് ശേഷം പിന്നെ അപ്ലൈ ചെയ്യാം. ഇത്ര മതി. ഒരു ടിഷ്യൂ എടുക്കുക, ജസ്റ്റ് ക്ലീൻ ചെയ്യുക. ഇനി ചില ആൾക്കാർക്ക് ഈ ഹീറ്റ് അടിക്കുന്ന സമയത്ത് സ്റ്റെൻസിൽ പൊന്തി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാകും. അങ്ങനെ ബോൾസ് ഒക്കെ അടി കൂടി കയറുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സ്റ്റെൻസിലിൻ്റെ ഒരു അപ്പർ സൈഡിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ട്യൂസർ എന്തെങ്കിലും വെച്ചെടുക്കുക. ടൈറ്റാക്കി നിർത്തുക, ബെൻഡാക്കി നിർത്തുക. അതിന് ശേഷം ട്യൂസർ കൊണ്ട് പിടിച്ചിട്ട് 330 ഡിഗ്രി ടെമ്പറേച്ചർ, 30 എയർ. 300 ഡിഗ്രി ഓക്കെയാണ്, പക്ഷേ 330 ആകുമ്പോൾ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് റീബോൾ ആവും. 300 ഡിഗ്രി ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. അതിന് ശേഷം കുറച്ച് ഫ്ലക്സ് ഇടുക. എഗെയിൻ ഒന്ന് ഷൈനിങ് ആക്കുക. ഓക്കെ, റീബോളിങ് ഡൺ ആയിട്ടുണ്ട്. ഹോൾസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സൈഡ് നോക്കുമ്പോൾ കണ്ടോ, പെർഫെക്റ്റ് ആണ്. ഇനി ബോർഡ് എടുക്കുക, റെഡിയാക്കി വെച്ച ബോർഡ് എടുക്കുക. ജസ്റ്റ് ചെറിയൊരു ടെമ്പറേച്ചറിൽ ഹീറ്റ് അടിച്ചതിന് ശേഷം കുറച്ച് ഫ്ലക്സ് ആക്കുക. കൂടുതൽ ഫ്ലക്സ് ആക്കരുത്. എന്നിട്ട് ഫ്ലക്സ് എന്ത് ചെയ്യുക, എല്ലാ സൈഡിൽ ഒന്ന്
ജസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ, കൂടുതലാക്കരുത്. കൂടുതലായി കഴിഞ്ഞാൽ അതിന് ശേഷം ഐസ് എടുത്തിട്ട് വെക്കാം. ഉണ്ടോ? ഇങ്ങനെയുള്ളൊരു കേസിലൊന്നും നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, ലെവലാക്കി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ജസ്റ്റ് കൈ നല്ല പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നീ ഹീറ്റ് അടിക്കുക. ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല, പോയിന്റ് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഡെഡ് ബോഡി എടുത്താണ്. ഹീറ്റ് അടിക്കുക, ഡയറക്റ്റ് ഹീറ്റ് അടിച്ചോ. 330 ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ഐസി ഇരിക്കുന്നത് ഫീൽ ചെയ്യും. കണ്ടോ, ഐസി മൂവിങ് ആകുന്നുണ്ട്. ജസ്റ്റ് ഷെയ്ക്ക് കൊടുക്കുക, ഇവിടുന്ന് ഷെയ്ക്ക് കൊടുക്കുക, ഇവിടുന്ന് ഷെയ്ക്ക് കൊടുക്കുക. ഡൺ. 2L ഫാൻ നമുക്ക് യൂസ് ചെയ്യാം കൂളാക്കാൻ. ഇതിന് 2 ഉപയോഗമുണ്ട്. ഒന്ന് തണുപ്പിക്കുകയും ചെയ്യാം, പിന്നെ 3 ഉപയോഗമുണ്ട് ആക്ച്വലി. ഒന്ന് തണുപ്പിക്കുകയും ചെയ്യാം, ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, പുക കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. പിന്നെ ഒന്നുള്ളത് ഇതിൻ്റെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അടുത്തൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊക്കെ വെച്ച് റിപ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആവും. വീഡിയോക്കൊക്കെ ബെസ്റ്റ്. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കളറൈസാണ്. അതിന് ശേഷം സ്പോഞ്ച് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാം. ബഡ്സ് യൂസ് ചെയ്യുക, ടിഷ്യൂ യൂസ് ചെയ്യുക. ചില ടിഷ്യൂസൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഉണ്ടോ, ഫിറ്റിങ് പെർഫെക്റ്റ് ആണ്. ഉണ്ടോ, സീറ്റിങ് പെർഫെക്റ്റ് ആണ്. നോക്കണം, അതിൻ്റെ മേലുള്ളൊരു കോട്ടിങ്ങാണ്. ഈ കമ്പനി അല്ലെങ്കിൽ മോഡൽ നമ്പറൊക്കെ എഴുതാൻ ഉപയോഗിക്കണ ഒരു കോട്ടിങ്ങാണ്. ഇതൊന്നും പ്രശ്നമല്ല. താഴെ കണ്ടോ, കറക്റ്റായിട്ട് ഫിറ്റായി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഏത് വീഡിയോ ആണ് മേക്ക് ചെയ്യണമെന്നുള്ളത്. പിന്നെ CPU RAM അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല വീഡിയോസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ കമ്പൗണ്ട്സിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇതെന്താണ് കമ്പൗണ്ട്, ഇതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അങ്ങനത്തെ സംഗതികളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.